ഹലോ ഓൾ. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാം കഴിഞ്ഞു. കാറ്റഗറി നമ്പർ 616/2024 എക്സാം കഴിഞ്ഞു. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം അതിലെ ഒഴിവുകൾ വെട്ടിച്ചുരുക്കുകയാണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിലവിൽ ഒഴിവുകൾ നല്ല രീതിയിൽ, അതായത് ഏകദേശം 175ഓളം ഒഴിവുകൾ വെട്ടിക്കുറച്ച് 60 ചുരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിലവിൽ 60 ഒഴിവുകൾ എന്ന് പറയുമ്പോൾ ഒരു പകുതിയിലധികം ഒഴിവുകൾ ഇപ്പോൾ നിലവിൽ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കാറ്റഗറി നമ്പർ 611/2024 എക്സാമിന് ശേഷമാണ് പെട്ടെന്ന് ഇതുപോലെ PSC നിന്നും പുതിയൊരു അറിയിപ്പുണ്ടായിരിക്കുന്നത്. ഒഴിവുകൾ വെട്ടിച്ചുരുക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കണക്കൊന്ന് പരിശോധിച്ചാൽ തിരുവനന്തപുരം 18 ഒഴിവുകളാണ് മുൻപ് രേഖപ്പെടുത്തിയിരുന്നത്, എന്നാൽ ഇപ്പോൾ 6 ഒഴിവുകളാക്കി ചുരുക്കിയിരിക്കുന്നു. പിന്നെ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഒഴിവുകൾക്ക് മാറ്റം കാണുന്നില്ല. എന്നാൽ എറണാകുളം 41 ഒഴിവുകൾ ഉണ്ടായിരുന്നത് നിലവിൽ 1 ഒഴിവ് മാത്രമായി ചുരുങ്ങി. ഓക്കെ, പിന്നെ തൃശ്ശൂർ 52 ഒഴിവുകൾ രേഖപ്പെടുത്തിയിരുന്നതിൽ 9 ചുരുങ്ങിയിരിക്കുകയാണ്. ഓക്കെ, പിന്നെ പാലക്കാട് 4 ഒഴിവുകൾ മാറ്റമില്ല. എന്നാൽ മലപ്പുറത്ത് 23 ഒഴിവുകളായിരുന്നത് നിലവിൽ 3 ഒഴിവുകൾ മാത്രമാണ് ഉള്ളത്. ഓക്കെ, പിന്നെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാറ്റമില്ല. അങ്ങനെ ആകെ 175 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 60 ഒഴിവുകൾ മാത്രമാണ് നിലവിൽ ഉള്ളത്. ഓക്കെ, അപ്പം നോക്കി, ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്ന ജില്ലകളിൽ നോക്കി കൂടുതൽ അപേക്ഷകർ അപ്ലൈ ചെയ്തവരിലാണ് ഇപ്പോൾ ഒഴിവുകൾ കുറവ് കാണുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എറണാകുളം, തൃശ്ശൂർ, അതുപോലെ മലപ്പുറം ജില്ലകൾ, തിരുവനന്തപുരം, ഇത്തരം ജില്ലകളിലെല്ലാം അപേക്ഷകരുടെ എണ്ണം കൂടുതലാണ്. കാരണം നിയമനങ്ങൾ കൂടുതലായി നടക്കുന്ന ജില്ലകളാണ്. അപ്പോൾ ഇത്തരം ജില്ലകളിൽ പെട്ടെന്ന് ഈ ഒഴിവുകൾ കുറച്ചിരിക്കുന്നത് ഉദ്യോഗാർത്ഥികളെ ബാധിക്കാനുള്ള കൂടുതലായിട്ട് ബാധിക്കാനായിട്ട് കാരണമാവും. ഓക്കെ, അപ്പോൾ 175 ആയിരുന്ന ആകെ മൊത്തം ഒഴിവുകൾ എന്ന് കണ്ടിട്ടാണ് ഏകദേശം 7106 പേരോളം അപ്ലൈ ചെയ്തിരുന്നു. ഓക്കെ, 7106ഓളം പേര് അപ്ലൈ ചെയ്ത എക്സാമാണ്. അപ്പോൾ നിലവിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ളവരെ പരിഗണിച്ച് അവിടെ നിന്നും കൂടുതൽ നിയമനങ്ങൾ നടത്തി പുതിയ റാങ്ക് ലിസ്റ്റിലേക്ക് ഒഴിവുകൾ കുറയ്ക്കുന്ന രീതി കാണുന്നത്. എന്നാൽ പഴയ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള അത്രയും കാലഘട്ടത്തിൽ വരുന്ന ഒഴിവുകൾക്ക് മാത്രമാണ് പഴയ റാങ്ക് ലിസ്റ്റിലുള്ളവരെ പരിഗണിക്കുള്ളൂ എന്നും പുതിയ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വരുമ്പോൾ പിന്നീട് പുതിയതായി വരുന്ന എല്ലാ ഒഴിവുകളിലേക്കും പുതിയ റാങ്ക് ലിസ്റ്റിലുള്ളവരെ ആയിരിക്കും പരിഗണിക്കുക എന്നാണ് PSC ഇപ്പോൾ വിശദീകരിക്കുന്നത്. പക്ഷേ എന്നാലും ഈ ഒരു 175 ഒഴിവ് എന്നുള്ളത് 60 ചുരുങ്ങുന്നത് എന്തായാലും പുതിയതായി ഒരു എക്സാമിന് എഴുതിയിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു വലിയൊരു കുറവ് തന്നെയാണ് അപേക്ഷകരിൽ ഇനി വരാൻ സാധ്യതയുള്ളത്. കാരണം ഇത്രയധികം ഒഴിവുകൾ പെട്ടെന്ന് വെട്ടിച്ചുരുക്കുന്നത് എന്തായാലും ഉദ്യോഗാർത്ഥികൾ, അതും എക്സാമിന് ശേഷമാണ്, പരീക്ഷയ്ക്ക് ശേഷമാണ് ഈ ഒരു പെട്ടെന്നുള്ള ഒരു ഉത്തരവ് പ്രകാരം ഇതുപോലെ ഒഴിവുകൾ വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. അത് തന്നെ കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലാണ് ഒഴിവുകൾ പെട്ടെന്ന് വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ ഇപ്പോൾ ഒരു സംശയമാണ് ഇനി എത്രത്തോളം നിയമനങ്ങൾ നടക്കും. അതായത് ഇപ്പോൾ എറണാകുളമൊക്കെ ആണെങ്കിൽ 41 ഒഴിവുകളിൽ നിന്നും 1 ഒഴിവ് മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 40 ഒഴിവ് ഒറ്റയടിക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ പോയി എന്ന് പറയുമ്പോൾ അത്രയധികം അവിടെ നിയമനങ്ങൾ കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം എഴുതിയവർക്ക് ഒരു ആശങ്ക ഉണ്ടാവുമെന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പം നിലവിലെ ഒരു സാഹചര്യം ഇതാണ്. ഇനി ഇതിലെന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമോ എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാൻ കഴിയും. അപ്പോൾ എന്തായാലും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിന് ശേഷം ഇപ്പോൾ ഒഴിവുകൾക്ക് ഒരു പെട്ടെന്നുള്ള വെട്ടിച്ചുരുക്കൽ വന്നിരിക്കുകയാണ്. എന്നാൽ സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വെട്ടിച്ചുരുക്കൽ എന്നാണ് PSC പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജോലിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും വഴിയെ അറിയുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.